ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് നിങ്ങളുടെ സന്തോഷത്തില് ചെറിയ ചെറിയ കുറവുകൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സന്തോഷ ശേഖരം തന്നെ കുറയുന്നുണ്ടോ? അതിൽ ഗ്യാപ്പുകളൊക്കെ കാണുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ നിരാശയും സങ്കടവും ഒക്കെ കടന്നു വരുന്നുണ്ടോ? എങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, ഇത് അവന്മാരുടെ പണിയാണ്. അതായത് സന്തോഷ കള്ളന്മാരുടെ പണി. സന്തോഷ കള്ളന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഈച്ച പോലും അറിയാതെ നിങ്ങളുടെ സന്തോഷം അവര് അടിച്ചോണ്ട് പോകും. വളരെ സ്വാഭാവികമായിട്ടായിരിക്കും അവര് നിങ്ങളോട് ഇടപഴകുക. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല നിങ്ങളുടെ സന്തോഷം അടിച്ചോണ്ട് പോവുകയാണെന്ന്. സന്തോഷം അടിച്ചോണ്ട് പോയാലും നിങ്ങൾ ഉടനെ ഒന്നും അറിയൂല. കാരണം ആരും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷ ശേഖരം നോക്കി അതിന്റെ അളവ് എത്രയാ, കുറവുണ്ടോ, അങ്ങനെയൊന്നും നോക്കാറില്ലല്ലോ. അതുകൊണ്ട് ഈ മോഷണം പോലും നിങ്ങൾ അറിയുകയില്ല. അപ്പോ ആരാണ് ഈ സന്തോഷ കള്ളന്മാര്? ഈ സന്തോഷ കള്ളന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഒക്കെ കടന്നു വരുന്ന നിഷേധാത്മകമായ ചിന്തകളും വാക്കുകളുമാണ് അവര്. ഈ വാക്കുകളോട്, ഈ ചിന്തകളോട് നിങ്ങൾ പ്രതികരിച്ചാൽ ആ ക്ഷണം നിങ്ങളുടെ സന്തോഷം അവര് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. നിങ്ങളറിയില്ല എന്ന് മാത്രം. ഉദാഹരണത്തിന്, ഒരാള് ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്തൊരു ചൂട് എന്ന് പറയുകയാണ്. നിങ്ങൾക്കും ബോധ്യമുള്ള വിഷയമാണ്. അപ്പൊ നിങ്ങൾ ഉടനെ പറയുക, മനുഷ്യൻ വേകുകയാണ് ഈ ചൂടില്, മതി, ഇത്രയും മതി, നിങ്ങളുടെ സന്തോഷം പോയിട്ടുണ്ട്. എന്താണ് ഈ സന്തോഷ മോഷണത്തിന് പ്രതിവിധി? ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നിങ്ങൾ നിസ്സംഗത പാലിക്കണം. ഏത് ചിന്തകളോടും വാക്കുകളോടും നിസ്സംഗത പാലിക്കണം, പ്രതികരിക്കരുത്. പിന്നെ ഈ ചിന്തകളെയും വാക്കുകളെയും പോസിറ്റീവായിട്ട് മാറ്റണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.